ഈ കൊലപാതകത്തിന്റെ വാർത്തകൾക്കിടയിൽ ഇന്നലെ മുങ്ങിപ്പോയ അല്ലെങ്കിൽ മനഃപൂർവ്വം ചിലർ മുക്കാൻ ശ്രമിച്ചൊരു വലിയ വാർത്തയുണ്ടായിരുന്നു. അതായിരുന്നു തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നലെ പുറത്തു വന്നത്. 30 വാർഡുകളിലേക്ക് നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം അതിൽ 17ഇടത്ത് LDF-ന് മിന്നും ജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം നമുക്കറിയാം LDF സർക്കാർ കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും പ്രതിപക്ഷമൊക്കെ പറയുന്നത് പോലെ ഈ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു ഇന്നലെ വരേണ്ടത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? LDF-ന് മികച്ച വിജയം സമ്മാനിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിരിക്കുന്നതെന്ന്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പ്രതിപക്ഷം പറയുന്നത് പോലെ, മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല. അതിനപ്പുറത്തേക്ക് ഈ സർക്കാരിനോട് ഈ നാട്ടിലെ മനുഷ്യർ ചേർന്ന് നിൽക്കുന്നതാണ് നമുക്ക് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണാൻ കഴിഞ്ഞത്. അത് LDF-നെ സംബന്ധിച്ച് ഏറെ ആത്മവിശ്വാസം നൽകുന്നതാണ്. LDF സർക്കാർ 3.0 എന്നൊക്കെ LDF-മായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്ന വലിയ ആത്മവിശ്വാസം നമ്മുടെ അടുത്ത് പ്രകടിപ്പിക്കാറുണ്ട്. അവരുടെ ആ ആത്മവിശ്വാസത്തിന് ബലം കൂട്ടുന്നതാണ് ഇന്നലത്തെ തിളക്കമേറിയ വിജയം എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടി വരും. മറുവശത്ത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ എല്ലാ പ്രതീക്ഷകളെയും ഇല്ലാതാക്കുന്നതാണ് ആ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി എന്നുകൂടി വിലയിരുത്തേണ്ടി വരും. ഏതായാലും നമുക്ക് ആ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് കൂടി സംസാരിക്കേണ്ടതുണ്ട്. വിവരങ്ങളുമായി ഷീജ ഇപ്പോൾ നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ചേരുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആ LDF-ന്റെ വിജയം തന്നെയാണ്. ശ്രീവരാഹം എന്ന് പറയുന്ന വാർഡ്, അവിടെ നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ നമുക്ക് അടുത്തറിയാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തുല്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീവരാഹം വാർഡിൽ കാണാൻ കഴിഞ്ഞത്. BJP ഒക്കെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. ഇത്തവണ ജയം ഉറപ്പെന്ന നിലയിലായിരുന്നു BJP ഒക്കെ മുന്നോട്ട് പോയത്. പക്ഷേ അവിടെയാണ് ആ സീറ്റ് നിലനിർത്തിക്കൊണ്ട് LDF കരുത്ത് കാട്ടിയിരിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ആ വിജയമെന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഒരുപക്ഷെ ഇന്ന് CPI-ന്റെ യുവ നേതാക്കളിൽ ഇത്രയധികം വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു പെൺകുട്ടി സമീപകാലത്ത് വേറെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള വലിയ മറുപടി കൂടി മേയർ ആര്യയുടെ നേതൃത്വത്തിലുള്ള സംഘം നൽകുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഷീജയുണ്ട് നമ്മളോടൊപ്പം. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഷീജ, ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഈ വഞ്ഞാറമൂട് കൊലപാതക വാർത്തകൾക്കിടയിൽ അതിങ്ങനെ മുക്കിപ്പിടിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ടായിരുന്നു, പല മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് 30 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റിലെ LDF വിജയം, അതും തുടർച്ചയായ 2ാം ടേം ഭരിക്കുമ്പോൾ, ആ ഭരണം 9ാം വർഷം എത്തി നിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയം നൽകുന്ന ഒരു സന്ദേശം എന്താണ് കേരളത്തോട്? തീർച്ചയായും മനു, ഇത് LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടി വിജയം തന്നെയാണ്, പ്രത്യേകിച്ച് അത് തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തുമ്പോൾ. കാരണം മനു നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഏത് രീതിയിലാണ് തിരുവനന്തപുരത്തിൻ്റെ മേയർ അതായത് കടന്നാക്രമണങ്ങൾ നേരിട്ട് മുന്നോട്ട് പോകേണ്ടി വരുന്നത് എന്നുള്ളത്. കാരണം അത് വ്യക്തിപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ഇത്രത്തോളം ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വ്യക്തി വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു കാലയളവിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം, മേയർ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് ശ്രീവരാഹം വാർഡിലെ വിജയം എന്ന് പറയുന്നത് അത്രത്തോളം പ്രാധാന്യമുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ പ്രചരണ സമയത്തൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അത്രത്തോളം വാശിയേറിയ ഒരു പ്രചരണം തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മനു പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. കാരണം അവിടെ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കാണുന്ന ഒരു ആവേശമായിരുന്നു അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം കാണാൻ സാധിച്ചത്. അവസാന ദിവസം വരെയും മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം പ്രചരണ രംഗത്തുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അതിനൊപ്പം തന്നെ BJP വലിയ തോതിൽ BJP-യും കോൺഗ്രസും കൂടി ചേർന്ന് LDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അത് വലിയ തോതിൽ തുടക്കം മുതൽ തന്നെ നടന്നിരുന്നു. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് അവിടെ LDF വിജയം കണ്ടു എന്നുള്ളത് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത്. മറ്റൊന്ന് തിരുവനന്തപുരത്തെ കുറിച്ച് പറയുമ്പോൾ പാങ്ങോടുള്ള പുലിപ്പാറ വാർഡിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം, അത് ഒരിക്കലും നമുക്ക് അത് പറയാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. കാരണം അത് കോൺഗ്രസിന്റെ വാർഡായിരുന്നു. കോൺഗ്രസിൽ നിന്നും SDPI ആ വാർഡ് പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു അപകടകരമായ ഒരു സൂചന കൂടിയാണ് നൽകുന്നത് എന്നുള്ളൊരു വിലയിരുത്തൽ ഇതിനകം തന്നെ ഒരു രാഷ്ട്രീയ വിദഗ്ധർ ഒക്കെ തന്നെ നൽകുന്നുണ്ട്. കാരണം അവിടുത്തെ വോട്ട് നില പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും. കാരണം UDF-ന് ഉണ്ടായിരുന്ന വോട്ട് അത് ഇരട്ടിയായി SDPയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന കണക്കുകളാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ, വിജയമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പുറത്തു വന്നത്. അതിൻ്റെ ഒരു കണക്ക് കൂടി നമുക്ക് പറഞ്ഞു പോകാം.
അതായത് കഴിഞ്ഞ തവണ കോൺഗ്രസ് 455 വോട്ടുകളും SDPI 363 വോട്ടുമാണ് നേടിയത്. പക്ഷേ ഇക്കുറി കോൺഗ്രസ് നേടിയ വോട്ടെന്ന് പറയുന്നത് കേവലം 148 വോട്ട് മാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ ഈ കൂട്ടുകെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത്. SDPI നേടിയതാകട്ടെ 674 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന് കുറഞ്ഞിരിക്കുന്നത് 307 വോട്ടുകളാണ് എന്നുള്ളതാണ്. കോൺഗ്രസിന് ഈ 307 വോട്ട് കുറയുമ്പോൾ SDPIക്ക് കൂടിയതാകട്ടെ 311. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് പൂർണ്ണമായും SDPIക്ക് അവിടെ ലഭിച്ചത്. അതിലൂടെ തന്നെയാണ് SDPI അവിടെ വിജയിച്ചത് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ പറയുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു 307ഓളം വോട്ടുകളാണ് അവിടെ UDFന് കോൺഗ്രസിന് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഷീജ ഓർക്കുന്നുണ്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്? ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഏകദേശം വിജയം ഉറപ്പിച്ച ഘട്ടത്തിൽ ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് SDPI ആയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ SDPIയുടെ ആഹ്ലാദ പ്രകടനം പാലക്കാട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതേപോലെ തന്നെ നമ്മൾ തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? 86,000 വോട്ടുകൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നത് കാണാൻ കഴിഞ്ഞു. തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അത് SDPI ആയി മാറി എന്ന ഒരു വ്യത്യാസം മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു സൂചകങ്ങളാണോ? വരും കാല തെരഞ്ഞെടുപ്പുകളിൽ LDF കരുതിയിരിക്കേണ്ട ചില സൂചകങ്ങളാണോ ഈ തെരഞ്ഞെടുപ്പ് ഫലം പറയുന്നത്? തീർച്ചയായും മനു, അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. കാരണം എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഇവിടെ ഇടതുപക്ഷം അധികാരത്തിൽ ഉണ്ടാകരുത് എന്നൊരു ചിന്ത മാത്രമാണ് പ്രതിപക്ഷത്തിനുണ്ടാകുന്നത്. അതിനുവേണ്ടി ആരുമായും കൂട്ടുകെട്ടിന് തയ്യാറാണ് എന്നുള്ളതാണ് ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ആ രീതിയിലുള്ള കൂട്ടുകെട്ടുകളാണ് അവർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമാണ്. അത് ഇപ്പോഴല്ല മനു സൂചിപ്പിച്ചതുപോലെ പാലക്കാടൊക്കെ നമ്മളിതിൻ്റെ വസ്തുതകൾ പുറത്തു വരുന്ന രീതിയിൽ അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളടക്കം അത് കണ്ടതുമാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം മന്ത്രി MP രാജേഷും സമാനമായൊരു പ്രതികരണം നടത്തിയിരുന്നു. കാരണം അദ്ദേഹവും ഈ തിരുവനന്തപുരത്തെ SDPIയുടെ വിജയവും പാലക്കാട് അവർ നടത്തിയ ആഹ്ലാദ പ്രകടനവും ഒക്കെ ഒന്നുകൂടി പൊതുസമൂഹത്തിന് മുന്നിൽ ഓർമ്മിപ്പിക്കുന്ന തരത്തിലൊരു FB പോസ്റ്റും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. ഏതായാലും ഇതിൽ കൃത്യമായ രീതിയിൽ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഏത് വിധേനയും LDFനെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുത്തുക, അതിനുവേണ്ടി ഏത് തരത്തിലുള്ള കൂട്ടുകെട്ടാണെങ്കിലും അത് വർഗീയ കൂട്ടുകെട്ടാകട്ടെ ഏത് കൂട്ടുകെട്ടാണെങ്കിലും അതിനെ ഒപ്പം ചേർത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്, UDFന്റെ നിലപാട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഏതായാലും പക്ഷേ ഇതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ് മനു, അതിപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും അഴിച്ചുവിട്ടിരുന്നത്. അതിപ്പോൾ ഇപ്പോഴെന്നല്ല, കുറച്ച് നാളുകളായി തന്നെ അത് തന്നെയാണ് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് വിഷയത്തിലാണെങ്കിലും വസ്തുതകൾക്കപ്പുറത്തേക്ക് വ്യാജ പ്രചരണത്തിലൂന്നിയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനെല്ലാം കനത്ത തിരിച്ചടി ജനങ്ങൾ തന്നെ നൽകിയിരിക്കുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇവിടെ സർക്കാർ വിരുദ്ധതയില്ല, അതോടൊപ്പം തന്നെ തദ്ദേശ താഴെത്തട്ടിലെത്തുമ്പോഴും ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നുള്ളത് പറഞ്ഞു വെക്കേണ്ടി വരും മനു. അത് പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. തിരുവനന്തപുരത്തിന്റെ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു പക്ഷേ ഇത്രയധികം ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു യുവ രാഷ്ട്രീയ നേതാവ് സമീപകാലത്ത് കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം ആ രീതിയിലുള്ള ആക്രമണമാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇനി സൈബർ ലോകത്തു നിന്നാണെങ്കിലും ആര്യയ്ക്ക് നേരിടേണ്ടി വന്നത്. ആ ആര്യയെ സംബന്ധിച്ച് ഏറെ മധുരം പകരുന്നതാണ് ഈ ജയം. കാരണം ആര്യയുടെ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷം 4 ഉപതെരഞ്ഞെടുപ്പുകളാണ് തിരുവനന്തപുരത്ത് നടന്നത്, നഗരസഭയിൽ നടന്നത്. ആ 4ലും വിജയം കൈവരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആര്യ രാജേന്ദ്രനും സംഘവും നൽകുന്ന മധുരമുള്ള ഒരു മറുപടി കൂടിയാണ് ഈ നാട്ടിലെ മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും. ഒരു തർക്കവുമില്ല മനു. കാരണം ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി എന്നാണോ തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി സ്ഥാനമേൽക്കുന്നത് അന്നു മുതൽ തുടങ്ങിയതാണ് ഈ പ്രതിപക്ഷത്തിൻ്റെയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും ആക്രമണം എന്ന് പറയുന്നത്. അത് ഏത് വിഷയത്തിലായിക്കോട്ടെ, അതേതെങ്കിലും നഗരസഭയുമായി ബന്ധപ്പെടുന്ന പദ്ധതിയാകട്ടെ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിലുണ്ടായ വിഷയമാകട്ടെ, ഏത് വിഷയമാണെങ്കിലും പക്ഷേ ആര്യയെ കടന്നാക്രമിക്കുക എന്നുള്ളതിലായിരുന്നു പ്രത്യേകമായി പ്രതിപക്ഷം
മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായും പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടിനെ തലയിലേറ്റി മുന്നോട്ട് പോകാൻ ഒരു വിഭാഗം മാധ്യമങ്ങൾ എന്തായാലും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ആ രീതിയിൽ അവർ തുടരുകയും ചെയ്തു. ഏത് വിഷയമാകട്ടെ, അത് ഏറ്റവും ഒടുവിൽ ഈ യദുവിൻ്റെ കേസൊക്കെ ആയി വന്ന് നിൽക്കുമ്പോൾ പോലും ഏത് വിഷയത്തിലാണെങ്കിലും വസ്തുതകൾക്കപ്പുറത്തേക്ക് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി അത് ആര്യ രാജേന്ദ്രനാണോ, തിരുവനന്തപുരം നഗരസഭയുടെ മേയറാണോ എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രനാണെങ്കിൽ അവരെ കടന്നാക്രമിക്കുക. പക്ഷേ ആര്യ ഇതിനൊന്നും മറുപടി നൽകുന്നത് ആ രീതിയിലല്ല. ആര്യ ഇതിനെല്ലാം കൃത്യമായ രീതിയിൽ മറുപടി നൽകുന്നത് പ്രവൃത്തിയിലൂടെയാണ്. അതിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അത് 4 ഉപതെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതാണ്. അതിനൊപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭ തുടർച്ചയായ 3-ാം തവണയും സ്വരാജ് പുരസ്കാരം നേടുന്നു, മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരം നേടുന്നു, ദേശീയ തലത്തിൽ അംഗീകാരം നേടുന്നു, അന്തർദേശീയ തലത്തിൽ അംഗീകാരം നേടുന്നു. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതിലൂടെയാണ് ഈ മേയർ ആര്യ രാജേന്ദ്രൻ മുന്നോട്ട് പോകുന്നതും ഈ വിമർശിക്കുന്നവർക്കും പ്രതിരോധിക്കുന്നവർ, പ്രത്യേകിച്ചും വിമർശിക്കുന്നവർക്കൊപ്പം കടന്നാക്രമിക്കുന്നവർക്കും സൈബർ ലോകത്തടക്കം കടന്നാക്രമിക്കുന്നവർക്കും മറുപടി നൽകുന്നത് ആ രീതിയിലാണ് ആര്യ മുന്നോട്ട് പോകുന്നത്. അതാണ് ആര്യയുടെ ശൈലി എന്നുകൂടി ഇവിടെ പറഞ്ഞു വെക്കേണ്ടി വരും മനു. ശരി, ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 30 സീറ്റുകളിൽ 17 LDF വിജയം നേടുമ്പോൾ ഈ മാധ്യമങ്ങൾ പറയുന്നതോ പ്രതിപക്ഷം പറയുന്നതോ ഒന്നുമല്ല ജനങ്ങൾ കണക്കിലെടുക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ മുൻപിലേക്ക് എത്തുന്ന വികസന കാര്യങ്ങൾ, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ കണക്കിലെടുത്താണ് അവർ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്നത് എന്ന് ഒരിക്കൽ കൂടി ഈ നാട്ടുകാർ പറയുകയാണ്, ഈ നാട്ടിലെ മാധ്യമങ്ങളോടും പ്രതിപക്ഷത്തിനോടും. ഈ ന്യൂസ് റൂമിലെ ബഹളങ്ങളും ചർച്ചകളും അലർച്ചകളും ഒക്കെ അത് ആ ന്യൂസ് റൂമുകളിൽ തന്നെ അവസാനിക്കുന്നു. അതിനപ്പുറത്തേക്ക് മനുഷ്യരുടെ ഇടയിൽ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല എന്ന വലിയ തിരിച്ചറിവ് കൂടി മാധ്യമങ്ങൾക്കും ഉണ്ടാകേണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് ഏതായാലും ഇന്നലത്തെ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. അതിനെ ആ രീതിയിൽ അതിൻ്റെ തിളക്കം കുറച്ച് കാണിക്കാൻ വലിയ ശ്രമങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതും നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ്. വലിയ ചർച്ചകളോ അതല്ലെങ്കിൽ വലിയ ലൈവുകളോ ഒന്നും പലയിടത്തും കാണാൻ കഴിഞ്ഞില്ല. ഒരു സാധാരണ വാർത്ത എന്ന നിലയിൽ കൊടുത്തു എന്നതിനപ്പുറത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുത്തിട്ടുണ്ട്, എന്നാൽ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതായിരുന്നു പല മാധ്യമങ്ങളുടെയും സമീപനം. ഏതായാലും എത്രയൊക്കെ പറഞ്ഞാലും മാധ്യമങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതല്ലെങ്കിൽ പ്രതിപക്ഷം എന്തൊക്കെ പറഞ്ഞാലും സർക്കാർ വികസന നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ജനം കൂടെയുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.